ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മസ്ക് മെലോൺ ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ചൂടുകാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് വന്നിട്ട്. ഇത് ഉണ്ടാക്കാനും നല്ല ഈസിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ മസ്ക് മെലോൺ മൊത്തത്തിൽ നമ്മൾ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതിയാണ് കേട്ടോ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി എടുക്കുന്നത്. പല സ്ഥലത്ത് ഇതിന് പല പേരാണ് കേട്ടോ അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ ഫ്രൂട്ടിന് എന്ത് പേരാ പറയണമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതിനകത്തുള്ള സീഡൊക്കെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു തൊലി നമുക്കൊന്ന് ചെത്തി കൊടുക്കുക. ഇതൊക്കെ കഴുകിയിട്ടാണ് ഇതിൻ്റെ തൊലി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള തൊലിയാണ്. അങ്ങനെ നമ്മൾ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിനെ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കാരണം ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പം കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് കട്ടയില്ലാതെ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാൻ മിക്സി ജാറിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മസ്ക് മെലോൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ആവശ്യമായ മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 ഐസ് ക്യൂബ്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ചൂട് ടൈം ആയതുകൊണ്ടാണ് നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായ പാലും കൂടെ ഒഴിച്ച് ഇതാ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയുള്ള കേട്ടോ, നമ്മൾ സിമ്പിളായിട്ട് നമ്മളുടെ മസ്ക് മെലോൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഡീഹൈഡ്രേഷൻ മാറ്റാനൊക്കെ ഈ ഒരു മസ്ക് മെലോൺ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഇതിൽ വൈറ്റമിൻ എയും സിയും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിനെയൊക്കെ ഗ്ലോ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ നമ്മളെ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.